ഹലോ, നമസ്കാരമുണ്ട്. ജിബിനാണ്. ഒരുപാട് നാളായാലൊരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഒരെണ്ണം ചെയ്തേക്കാമെന്ന് കരുതി ഇടുന്നൊരു വീഡിയോ ആണ്. ഒരു പടത്തിൽ സിദ്ദിഖ് പറയുന്നത് പോലെ കുട്ടികളൊരു കാര്യം ആഗ്രഹിക്കുകയാണെങ്കിൽ അത് കഴിയുന്നതാണെങ്കിൽ നടത്തി കൊടുക്കണമെന്ന് പറയുന്നൊരു ഡയലോഗുണ്ട് ഒരു സിനിമയിൽ. അതുപോലെ എൻ്റെ മക്കൾ എന്നോടൊരു ആഗ്രഹം പറഞ്ഞായിരുന്നു, അവർക്ക് വിമാനത്തിലൊന്ന് പോകണമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാൻ തൃശ്ശൂരുകാരനാണെങ്കിലും ഫാമിലി എല്ലാം താമസിക്കുന്നത് കണ്ണൂരാണ്. അപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് കൊച്ചിയിൽ നിന്ന് കണ്ണൂർക്കുള്ള ഒരു ഫ്ലൈറ്റ് എടുക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നോക്കി വന്നപ്പം ഓൾമോസ്റ്റ് ഒരു ടിക്കറ്റിന് 4 രൂപ 3,500 ആ ഒരു റേഞ്ചിലാണ് ഒരു ടിക്കറ്റിന് വരുന്നത്. അപ്പോൾ ഇനി പിള്ളേർ വളരെ ചെറുതായതുകൊണ്ട് അവരെ നമുക്ക് ഒറ്റയ്ക്ക് വിടാനും കഴിയില്ലല്ലോ. അങ്ങനെ നോക്കിയപ്പോഴാണ് ഞാൻ ഒരു കാര്യം കാണാൻ കഴിഞ്ഞത്. നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് സേലത്തേക്ക് വെറും 500 രൂപ ടിക്കറ്റിന്. പക്ഷെ നോക്കി പിടിച്ച് വന്നപ്പോൾ വിൻഡോ സീറ്റിന് വേണമെങ്കിൽ പൈസ കുറച്ച് കൂടുതൽ, അങ്ങനെ കൺവേ ഫീ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പൈസ, അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് 4 പേർക്ക് കൂടിയിട്ട് ടിക്കറ്റിന് ആകെ ചിലവ് വന്നത് 3,876 രൂപയാണ്. അതേപോലെ ഇപ്പം ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോയിട്ടുള്ളത് ട്രെയിനിലാണ്. അത് ഞങ്ങൾക്ക് 2 പേർക്ക് കൂടിയിട്ട്, പിള്ളേരുടെ ടിക്കറ്റിന് പൈസ അവർ ചെറുതായതുകൊണ്ട് അത് കൂട്ടാതെ നമ്മൾ 2 പേർ ആകെ ട്രെയിനിന് ചിലവായിട്ടുള്ളത് 650 രൂപയാണ്. കണ്ണൂരിൽ നിന്ന് മാംഗ്ലൂർ വഴിക്ക് ബാംഗ്ലൂർ പോകുന്ന വണ്ടി ആകെ ചിലവായിട്ടുള്ളത്. കണ്ണൂരിൽ നിന്നാണ് കേട്ടോ, ഞാനിപ്പോഴും പ്രത്യേകം പറയുന്നത് കണ്ണൂരിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അവിടുന്ന് നമുക്ക് പോകണമല്ലോ, അവിടുന്ന് പോകാനുള്ളത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യശ്വന്ത്പൂർ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനാണ്. കാലത്ത് 6:30 ട്രെയിനിൻ്റെ അവിടെ റൈറ്റ് ടൈം. പറഞ്ഞ പോലെ മാംഗ്ലൂരൊക്കെ എത്താൻ ട്രെയിൻ ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഡിലേ ആക്കിയെങ്കിലും അവർ നമ്മളെ കറക്റ്റ് സമയത്തിന് യശ്വന്ത്പൂരിലേക്ക് എത്തിച്ചു. ഞാൻ നോക്കിയപ്പം യശ്വന്ത്പൂരിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഏകദേശം ഒരേ വലിയ മാറ്റമൊന്നുമില്ല കിലോമീറ്ററിന് റെയിൽവേന്ന് എയർപോർട്ടിലേക്ക്. പക്ഷേങ്കിൽ നമ്മൾ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തണമെന്നെങ്കിൽ ഒരു 1/2 മണിക്കൂർ കൂടുതൽ പോകും. അപ്പം ഞങ്ങൾ കരുതി യശ്വന്ത്പൂർ ഇറങ്ങാമെന്ന്. അങ്ങനെ യശ്വന്ത്പൂർ ഇറങ്ങി നിൽക്കുന്ന സീനാണ് ഈ കാണുന്നത്. കുട്ടികളെല്ലാം തണുത്താകെ വിറച്ചിട്ടാണ് നിൽക്കുന്നത്. സംഭവം ബാംഗ്ലൂരല്ലേ, ചെറിയൊരു തണുപ്പ്. പിന്നെ ഇപ്പം അങ്ങനെ നമ്മൾ ഈ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളെല്ലാം ഒരു എക്സൈറ്റഡ് ആണ്. അവർക്കറിയാം അവർ വിമാനത്തിൽ കയറാൻ പോകാനുള്ള ഒരുക്കത്തിലാണെന്നൊക്കെ അറിയാം. അപ്പോൾ ഈ സമയമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഷെഡ്യൂൾ ഭയങ്കര ടൈറ്റാണ്. ഏകദേശം 9:50 നമുക്ക് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ ട്രെയിൻ 6:30 നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എത്തി. അപ്പോൾ നമ്മൾ കരുതി റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രഷ് ആവാം. നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊന്ന് ഫ്രഷ് ആവാം. അവിടുത്തെ ഫെസിലിറ്റീസ് യൂസ് ചെയ്തിട്ട് അവിടെ AC റൂമിൽ കയറി നമ്മൾ കാര്യങ്ങളെല്ലാം പ്രഭാത കർമ്മങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ അടുത്തുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന്, നോൺ വെജ് നമ്മൾ റിസ്ക് എടുക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് നമ്മളൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം എല്ലാം കഴിച്ച് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് ഞാൻ ബാംഗ്ലൂരിനെ സംബന്ധിച്ച് റാപ്പിഡോ ആണ് ഊബറിനേക്കാളും കുറച്ചുകൂടി റിലയബിലിറ്റി ഉള്ളൊരു ആപ്പ് എന്ന് എനിക്കറിയാം. കാരണം ഞാൻ പലപ്പോഴും ബാംഗ്ലൂർ പോയിട്ടുള്ള ഒരാളായതുകൊണ്ട് നമുക്കത് അറിയാവുന്നതുകൊണ്ടും നമ്മൾ റാപ്പിഡോ ഉണ്ട്. അപ്പോൾ റാപ്പിഡോ വഴിക്ക് ഞാനൊരു ടാക്സി ബുക്ക് ചെയ്തു. എനിക്ക് ആ ഞങ്ങളിപ്പോൾ ടാക്സിയിൽ കയറിയ സീനായി കാണുന്നത്. ടാക്സിക്ക് എനിക്ക് ആകെ ചിലവ് വന്നിട്ടുള്ളത് 600 രൂപ. അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എയർപോർട്ടിലേക്ക് എനിക്ക് 600 രൂപ ചിലവ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു 3,876 650 രൂപ റെയിൽവേയും അതുപോലെ 600 രൂപ ടാക്സിയും. ഇത്രയാണ് ഇപ്പോൾ നമുക്ക് ആകെ ചിലവായിട്ടുള്ളത്. ഏറ്റവും അവസാനം ഞാൻ ഇതിൻ്റെ മൊത്തം എക്സ്പെൻസും അല്ലെങ്കിൽ മൊത്തം നമുക്ക് എത്ര രൂപയായി എന്നുള്ളത് ഞാൻ ഏറ്റവും അവസാനം പറയാം. അങ്ങനെ അവിടുന്ന് ഇപ്പോൾ പോകുന്ന സീനാണ് കാണുന്നത്. ബാംഗ്ലൂരല്ല, രാവിലെയാണ്. ഞങ്ങളീ പോയത് ഞായറാഴ്ച ദിവസമാണ്. ആക്ച്വലി ഞായറാഴ്ച ദിവസം അല്ല എന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ അതുപോലെ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നെല്ലാം ഷട്ടിൽ ട്രെയിനുകളുണ്ട്. അതായത് നേരെ റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടുന്ന് റെയിൽവേ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എയർപോർട്ടിനടുത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്.
അവിടേക്ക് എത്തിക്കാവുന്ന ചെറിയ ചെറിയ ട്രെയിനുകൾ ഉണ്ടെന്ന് നമുക്ക് ഗൂഗിളിലൂടെയൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 600 സേവ് ചെയ്ത് അത് ഒരാൾക്ക് 30 രൂപ എന്നുള്ള രീതിയിൽ 60 രൂപ, അല്ലെങ്കിൽ 4 പേരും കൂട്ടും. ചെറിയ പിള്ളേർ ട്രെയിനിൽ അങ്ങനെ പൈസ കൂട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 60 രൂപയ്ക്ക് നമ്മൾ പിന്നെ എയർപോർട്ടിൽ എത്തേണ്ടതാണ്. പക്ഷെ അത് കുഴപ്പമില്ല, നമുക്കത് അറിയാവുന്നൊരു കാര്യമായിരുന്നു. 600 രൂപ ആവും എന്നുള്ളത് അറിയായിരുന്നു. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് നമ്മളിത് പ്രവേശിക്കുകയാണ്. അത്യാവശ്യം സാമാനം വലിയൊരു എയർപോർട്ട് തന്നെയാണ്. ഞാനിതിന് മുന്നും പലപ്പോഴും ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ബാംഗ്ലൂരിൽ നിന്ന് സേലത്തേക്ക് ആദ്യമായിട്ടാണ് പോകുന്നത്. സേലം എയർപോർട്ട് ഞാൻ ഇതുവരെയ്ക്കും കണ്ടിട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അയാൾക്ക് പൈസ എല്ലാം കൊടുത്ത്, ഈ പറഞ്ഞ പോലെ നല്ലൊരു മാന്യമായൊരു വ്യക്തിയായിരുന്നു. അയാൾക്ക് കുറച്ച് തമിഴ് അറിയാം. അങ്ങനെ സംസാരിച്ച് ആൾക്ക് പൈസ എല്ലാം കൊടുത്തപ്പോൾ ആൾ പറഞ്ഞു കേരളത്തിലൊക്കെ വന്നിട്ടുള്ളതാണ്, കഴിഞ്ഞ ആഴ്ച ഗുരുവായൂരൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ നല്ലൊരു സൗഹൃദ സംഭാഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ലോഞ്ചിലേക്ക് കയറാൻ ജസ്റ്റ് നമ്മൾ ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ് കയറി. കുട്ടികളെല്ലാം എക്സൈറ്റഡ് ആണ്. അതുപോലെ നമുക്കറിയാമല്ലോ, മാക്സിമം നമ്മുടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനുള്ള ബെനിഫിറ്റ് ഉണ്ട്. അങ്ങനെ നമുക്കുള്ള അനൗൺസ്മെൻറ്റ് വന്നു. ഫ്ലൈറ്റായി എൻ്റെ ടൈമായി എന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്നെല്ലാം താഴേക്ക് ഇറങ്ങിപ്പോണം. ഡൊമസ്റ്റിക്കിലാണല്ലോ. അപ്പോൾ അങ്ങനെ താഴേക്ക് ഇറങ്ങി പോകുന്ന സീനാണ് കാണുന്നത്. പിള്ളേരെല്ലാം തുള്ളിച്ചാടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞു വന്നത്, വളരെ ചീപ്പായിട്ട് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാവുന്ന, അതായത് കുട്ടികൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒറ്റയ്ക്കാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ 2 പേരാണെങ്കിൽ ഓക്കെ. ഇതിപ്പോൾ 4 പേർ കുട്ടികളെ ഫ്ലൈറ്റിൽ അങ്ങനെ ഒഴിവാക്കി തരുമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഭീമമായ തുക തന്നെ ചിലവാകും. അതിൻ്റെ ബേസിലാണ് ഞാൻ അവരുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്നുള്ള നിലയ്ക്ക്, അതായത് അവർക്ക് വേറെ ഇപ്പോൾ ഒരു സ്ഥലത്തേക്കും പോകേണ്ട ഒരു അത്യാവശ്യം ഇല്ലാത്തതുകൊണ്ടും അവർക്ക് ഇങ്ങനെ അത് കാണണം, ഫ്ലൈറ്റിൽ കയറണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടുള്ളതുകൊണ്ടും നമ്മളിങ്ങനെ ഈ യാത്ര തിരഞ്ഞെടുത്തത്. എന്തായാലും പിള്ളേർ വളരെ ഹാപ്പി ആയിരുന്നു. ഇപ്പോൾ നമ്മൾ താഴെ ഇറങ്ങി. അടുത്തത് നമുക്ക് നമ്മളെ ഇൻഡിഗോയിലായിരുന്നു. അപ്പോൾ അടുത്തത് നമ്മളെ ഇൻഡിഗോയിൽ അവരുടെ ബസ് വന്നു. ഇനി അവിടെ നിന്ന് നേരെ ഫ്ലൈറ്റിൽ പോകാനായിട്ടുള്ള ഒരു ഇതിലായിരുന്നു. അപ്പോൾ കുട്ടികളുടെ എല്ലാം വിചാരം വലിയൊരു ഫ്ലൈറ്റ് ആയിരിക്കുമെന്നുള്ളൊരു ചിന്തയിൽ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പക്ഷേ എനിക്കറിയായിരുന്നത് പ്രൊപ്പലറായിരിക്കുമെന്ന്. പ്രൊപ്പലർ നമ്മളറിയില്ല, ചെറിയൊരു വിമാനം. അപ്പം അവരാദ്യം വലിയ വിമാനം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു, നമുക്ക് അതിൽ കയറാം എന്നുള്ളൊരു സന്തോഷത്തിലേക്കായിരുന്നു. പക്ഷേ ഈ ചെറിയ വണ്ടി കണ്ടപ്പോൾ അവരുടെ ഒരു ദേഷ്യമൊന്ന് പ്രത്യേക അത് കണ്ടത് തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ ഇതുപോലെ എയർപോർട്ടിലൂടെ യാത്ര ചെയ്ത് നമ്മൾ ഫ്ലൈറ്റിൻ്റെ അവിടേക്ക് എത്തി. അപ്പം എനിക്കറിയായിരുന്നു, കാരണം കുട്ടികൾക്ക് ഇതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പം ടിക്കറ്റെല്ലാം അവരുടെ കയ്യിൽ തന്നെ കൊടുത്ത് അവരെ കൊണ്ട് തന്നെ ക്ലിയർ ചെയ്യിപ്പിച്ച് കയറണം എന്നുള്ളൊരു പദ്ധതിയായിട്ടായിരുന്നു നമ്മൾ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അവരെങ്ങനെ കയറ്റണം, എങ്ങനെ ഇറക്കണം, അവർക്കൊരു പഠിക്കണമല്ലോ, അവർ എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങി. നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ സീനാണ്, അവർ തന്നെ ടിക്കറ്റ് കൊടുത്ത് കയറുന്നൊരു സീനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഒരു ചെറിയ വണ്ടി, ഒരു 10-50 പേർക്ക് കയറാവുന്ന ചെറിയൊരു വിമാനം. പക്ഷേ നമുക്ക് വലിയ വിമാനത്തിൽ കയറുന്ന പോലെയല്ല, ഇതിലത്തെ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. കാരണം ഇതൊരു ചെറിയൊരു ബമ്പിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അത് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് അറിയാലോ. എന്നാലും ഇതുപോലത്തെ വിമാനങ്ങൾ ഈ പറഞ്ഞ പോലെ വളരെ ചെറിയ ചെറിയ സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് വളരെ ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയാണ്. ഇതുപോലെ തന്നെ ഞങ്ങൾ നേരത്തെ ഗുവാഹത്തിയിൽ നിന്ന് ഷിലോങ്ങിലേക്ക് 500 രൂപയ്ക്ക് ഇതേപോലെ പ്രൊപ്പലർ ട്രെയിനിൽ പോയിട്ടുള്ള അനുഭവമുണ്ട്. കാരണം ഗുവാഹത്തിയിൽ നിന്ന് ടാറ്റ സുമോയിൽ 400 രൂപ കൊടുക്കണം എവിടെ ഷിലോങ് എത്താൻ. ഇത് ഗുവാഹത്തിയിൽ നിന്ന് ഷിലോങ്ങിലേക്ക് 500 രൂപയ്ക്ക് ഇതേപോലത്തെ സെയിം വിമാനത്തിൽ നമ്മൾ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഓർമ്മ വന്നു. അങ്ങനെ കയറി ചെല്ലുന്ന വഴിക്ക് തന്നെ നമുക്കൊരു വെൽക്കം ഒക്കെ തന്നു. അപ്പോഴേ അവർ പറഞ്ഞു സ്റ്റാഫിൻ്റെ ഒന്നും പേഴ്സണൽ ഫോട്ടോസൊന്നും എടുക്കരുത്, വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവരുടെ സ്വകാര്യത തന്നെ മാനിച്ചുകൊണ്ട് നമ്മൾ അപ്പോഴേ ഫോൺ മാറ്റി. നമ്മൾ പിന്നെ അവരെയോ ക്രൂവിനെയോ ആരും എടുക്കാനൊന്നും നമ്മൾ നിന്നില്ല. അങ്ങനെ ബാക്കി കുറച്ച് ഫണ്ണൊക്കെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ചെറിയ ഫണ്ണും കൊച്ചുങ്ങളൊക്കെ ഇത് ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ചെക്കിൻ്റെ ചെറിയ ഫ്ലൈറ്റിലായതുകൊണ്ടുള്ള അവൻ്റെ ഒരു മുഖത്തെ ആ വിഷമം കണ്ടില്ലേ. പെൺകൊച്ച് വളരെ സന്തോഷത്തിലായിരുന്നു. അങ്ങനെ നമ്മളിവിടുന്ന് യാത്ര തിരിച്ചു.
അപ്പം വണ്ടി നമ്മൾ വിചാരിച്ചു പെട്ടെന്ന് അങ്ങോട്ട് റൺവേയിലേക്ക് എത്തിയെന്ന് വിചാരിച്ചു. എല്ലാം റൺവേയിൽ എത്താനായിട്ട് കുറച്ച് സമയം എടുത്തായിരുന്നു ശരിക്കും. അതൊരു 10-15 മിനിറ്റ്. സംഭവം ഫ്ലൈ ആകെ ഒരു 20-25 മിനിറ്റിൻ്റെ ഫ്ലൈ ഉള്ളൂ. പക്ഷേ ഈ പ്രൊസീജിയേഴ്സാണ് ഏറ്റവും കൂടുതലായി വന്നത്. അതായത് ബോർഡിങ് നടത്താനും അത് കഴിഞ്ഞ് ഫ്ലൈറ്റ് ഈ പറഞ്ഞ പോലെ റൺവേയിലേക്ക് എത്തിക്കാൻ തന്നെ ഈ പറഞ്ഞൊരു 3-4 കിലോമീറ്റർ ഓടിയെന്ന് തോന്നുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ യാത്ര തിരിച്ചപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് എൻ്റെ വൈഫിന് അത് അവൾക്ക് നേരത്തെ ഉള്ളതാണ്. ഫ്ലൈറ്റിൽ കയറി ആ ടേക്ക് ഓഫിൻ്റെ സമയത്ത് ഒരു ചെറിയൊരു തലവേദന പോലെ ഉണ്ടാവുമല്ലോ, അതുണ്ടായിരുന്നു. അപ്പം ഇത് ആദ്യമായിട്ട് എൻ്റെ മക്കളിത് പൊന്താൻ പോകുന്നു. ഇങ്ങനെ വണ്ടി സ്പീഡായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സയാനും അതുപോലെ സിവിക്കും രണ്ടുപേർക്കും വളരെ സന്തോഷമായി. ഞങ്ങളെല്ലാം ഇതുപോലെ പൊന്തി പതുക്കെ ബാംഗ്ലൂരിനോട് വിടാം. ഇനി നമ്മൾ സേലത്തെത്തിയിട്ട് കാണാമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഈ റൺവേ കൂടെ അങ്ങനെ ഓടി പൊന്തി താഴെ ചെറിയ ചെറിയ ബിൽഡിങ്ങുകളും മരങ്ങളും പുക പോകുന്ന ഇതും ഒക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പൊന്തി അങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം 1-2 ചെരുവും, അപ്പോൾ ഇവിടെ ചെരിയുമ്പോൾ അവിടെ പൊന്തുന്നു. അങ്ങനെ അപ്പോൾ അപ്പുറത്തുനിന്ന് പിള്ളേരാണല്ലോ, പിള്ളേർക്ക് അങ്ങോട്ട് ഓടണം എന്നുള്ളൊരു ടെൻഡൻസി, ഇങ്ങോട്ട് വരണം എന്നുള്ള ടെൻഡൻസി. അങ്ങനെ അപ്പോൾ അവരതൊരു ഫണ്ണായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇപ്പോൾ ഈ കാണുന്ന ഇതൊക്കെ ബാംഗ്ലൂരിൻ്റെ പ്രാന്ത പ്രദേശങ്ങളാണ്. സംഭവം എന്തായാലും കൊള്ളായിരുന്നു. നമുക്ക് ഒരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും. വളരെ ചീപ്പായിട്ട് ഞാനിത് നോക്കി വരുമ്പോൾ ഒരാൾക്ക് 969 രൂപയാണ് വരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊരു എന്താ പറയുക, വളരെ വേർത്തായിട്ടുള്ളൊരു ട്രിപ്പാണ്. ഇതുപോലെ നമുക്ക് ഫാമിലിയിൽ നിന്ന് ആർക്കെങ്കിലുമൊക്കെ അതുപോലെ ഫസ്റ്റ് ടൈം ഫ്ലൈറ്റിന് പോകണമെന്നുണ്ടെങ്കിലോ, ഞങ്ങൾ നോക്കുമ്പോൾ സ്ഥിരം പാസഞ്ചേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഈ ഫ്ലൈറ്റ് യൂസ് ചെയ്യുന്ന തമിഴ്നാടുകാരായിട്ടുള്ള സ്ഥിരം പാസഞ്ചേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അതായത് ക്രൂ ആയിട്ട് ഭയങ്കര കമ്പനി. അവരുടെ കയ്യിലൊക്കെ ഈ മലക്കറി വരെ ഉണ്ട് അവരുടെ കയ്യിൽ. ദാറ്റ് മീൻസ് അവർ റെഗുലറായിട്ട് ഈ ഫ്ലൈറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. കണ്ടില്ലേ, നമ്മൾ ഈ മേഘങ്ങളുടെ മുകളിലൂടെയൊക്കെ പോകുമ്പോൾ പിള്ളേരുടെ ഒരു ഫീലൊന്ന് വേറെയാണ്. അവർ പറയണ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ മേഘങ്ങൾ പെയ്തിട്ടാണ് മഴ വന്നതെന്നൊക്കെ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചേ, അച്ഛാ ഇതിൻ്റെ മുകളിലെവിടെയാണ് വെള്ളം എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു. പിള്ളേരുടെ ചോദ്യത്തിനൊന്നും ഉത്തരം പറയാൻ നമുക്ക് വയ്യ. അതെ, അങ്ങനെ നമ്മൾ സേലം എയർപോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സീനൊക്കെ കാണുന്നത്. ബിൽഡിങ്ങുകളൊക്കെ വലുതായി വരുന്നു. നോക്കുമ്പോൾ വളരെ ചെറിയൊരു എയർപോർട്ട്, ഈ പറഞ്ഞ പോലെ വളരെ ചെറിയ എയർപോർട്ട്. ഇങ്ങനത്തെ എയർപോർട്ടുകളൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിൽ ഇനിയും വന്നാൽ നമുക്ക് ഇങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ഇതുപോലത്തെ ഒരു എയർപോർട്ടൊക്കെ മൂന്നാറിലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതുപോലെ വയനാടിലൊക്കെ അത്യാവശ്യം നിരപ്പുള്ളൊരു സ്ഥലത്ത് ഇതുപോലത്തെ ഒരു എയർപോർട്ടിനുള്ള സ്ഥലം കണ്ടെത്തി വരാണെങ്കിൽ വിനോദസഞ്ചാരികൾക്ക് അതൊരു വലിയൊരു അനുഗ്രഹമായിരിക്കും. അങ്ങനെ ഇറങ്ങുന്ന സീനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്ലൈറ്റ് ഇറങ്ങി പതുക്കെ ലാൻഡായി. ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുന്നു. അവിടെ നിന്ന് ഇറങ്ങി നമ്മളതിലൂടെ റാമ്പിലൂടെ ഇറങ്ങി പതുക്കെ താഴെ വരുന്നു. നമ്മുടെ ആകാശയാത്ര അവസാനിച്ചു. ജയാൻ ഇറങ്ങുന്നു ആദ്യം, പിന്നെ ശിവ, വൈഫ് എല്ലാവരും ഇറങ്ങി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിലുള്ള ലഗേജുകൾ, ഞങ്ങൾക്ക് വെറുതെ ഹാൻഡ് ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ലഗേജുകളും കാര്യങ്ങളൊക്കെ തിരിച്ച് വന്ന് നമുക്ക് അവിടെ നിന്ന് കിട്ടുമല്ലോ. അങ്ങനെ അപ്പോൾ ആ ലഗേജ് വരുമ്പോൾ അവർ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലോക്ക് ചെയ്ത്, കാരണം അവരുടെ വണ്ടിക്ക് ആദ്യം കിടന്ന് പോകണം, അത് കഴിഞ്ഞിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, കാരണം നമുക്ക് വൈകിട്ടാണ് ഈ ട്രെയിനുള്ളത്. അപ്പം നമ്മുടെ പ്ലാൻ അനുസരിച്ച് ഇവിടെ വന്നു. ചെറിയൊരു എയർപോർട്ട് കണ്ടില്ലേ, ഒരു 2-3 ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലുപ്പമുള്ളൊരു ചെറിയ എയർപോർട്ട്. ഇവിടുന്ന് ഇറങ്ങി നേരെ അടുത്തത് നമ്മൾ അടുത്ത നമുക്കൊരു പ്ലാനും ഇല്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ അടുത്തുള്ളൊരു തമിഴ് സംസാരിക്കുന്ന ഒരു ചേട്ടൻ പറഞ്ഞു, ഇതുപോലെ കുറച്ച് എയർപോർട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ കാണുന്നത്. അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ഒരു ദൂരം, ഒരു 1/2 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ മെയിൻ റോഡെത്തും. അവിടെ നിന്ന് ബസ് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാക്കിലൊരു ടാക്സി വന്നു. അവർ പറഞ്ഞു 200 രൂപയ്ക്ക് അടുത്തുള്ള ഓമനിലൂടെ എന്ന് പറഞ്ഞൊരു ടൗണിലേക്ക് നമ്മൾ എത്തിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, പിന്നെ യാത്രയ്ക്ക് കഴിഞ്ഞ് വന്നല്ലേ ബുദ്ധിമുട്ടുണ്ടാകുന്ന കരുതിയിട്ട് നമ്മൾ അത് ശരിക്കും കയറിങ്ങി 10 രൂപ കൊണ്ട് നമ്മൾ എത്തിയാൻ ഒരാൾക്ക്. പിന്നെ തമിഴ്നാട്ടിലൊരു കാര്യം നമുക്ക് മനസ്സിലായത്, സ്ത്രീകൾക്ക് ബസ്സിൽ പൈസ ഇല്ല എന്നുള്ളതാണ് വലിയൊരു കാര്യം. ടൗൺ ടു ടൗൺ ബസ്സുകളും അല്ലെങ്കിൽ ടൗണിലേക്കുള്ള ചെറിയ ട്രിപ്പുകൾക്കും പൈസ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തമിഴ്നാട്ടിൽ ഓമന്നൂർ ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ നിന്ന് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്ന സീനായി കാണുന്നത്. അതിന് നമുക്ക് ആകെ ചിലവ് വന്നിട്ടുള്ളത് 260 രൂപ. ഈ ടാക്സിക്ക് ഞാൻ 200 രൂപ കൊടുത്തു.
പിന്നെ ഫുഡിന് 260 രൂപ കൊടുത്തു. വളരെ ബഡ്ജറ്റ് ട്രിപ്പ്. ഇതിപ്പോൾ കാണുന്നത് അവിടുത്തെ ബസ്സാണ്. ഈ ബസ്സിന് ഞങ്ങൾക്ക് ആകെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചിലവ് വന്നത് 30 രൂപ. അവിടെ പോയി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് ഒരു 380 രൂപയ്ക്ക് ജ്യൂസും അവിടെ 250 രൂപ കൊടുത്തിട്ട് AC സ്റ്റേ. ഞങ്ങൾക്കൊരു 3-4 മണിക്കൂർ ലേ ഔട്ട് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവിടെ കുറച്ച് നേരം സ്റ്റേ ചെയ്തു. ഒരു ചായയും ഒക്കെ കുടിച്ച് 60. അവിടെ നിന്നുള്ള ട്രെയിൻ, സേലത്തു നിന്നുള്ള ട്രെയിൻ ടിക്കറ്റിന് ഞങ്ങൾക്ക് ആകെ ചിലവ് വന്നിട്ടുള്ളത് 600 രൂപ. 600 രൂപയും കഴിച്ച് ഞങ്ങൾക്ക് ആകെ ചിലവ് വന്നിട്ടുള്ളത് 7,700 സംതിങ്. 7,700 തന്നെ കൂട്ടും. അത്ര രൂപയാണ് നമുക്ക് ആകെ ചിലവ് വന്നിട്ടുള്ളത്. അതിൽ ഞാൻ പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ഭക്ഷണം, അവിടെ നിന്ന് ഇറങ്ങിയ പാടുള്ള ജ്യൂസിനൊക്കെയാണ് ശരിക്കും അവിടെ പൈസ വന്നിട്ടുള്ളത്. അല്ലാതെ അവിടെ നമ്മൾ ഒരു ജ്യൂസ് കടക്കാരൻ 800 രൂപയോ മറ്റോ. ബാക്കിയുള്ള യാത്ര വിരസാക്കണ്ടെന്ന് കരുതി ബാക്കിയെല്ലാം യൂഷ്വൽ ബസ്സും അതുപോലെ ട്രെയിനും ആയതുകൊണ്ട് ഞാനത് എടുക്കാതെ അവസാനിപ്പിക്കുകയാണ്. നമുക്കിനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ബൈ.